പ്രണയിനി ഭാഗം 23. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? തന്നെ കൂർപ്പിച്ചു നോക്കുന്ന ആരുവിനെ നോക്കി എഡ്ഡി കുറുമ്പോടെ ചോദിച്ചപ്പോൾ വീർത്തു കെട്ടിയ മുഖത്തോടെ അവൾ അവനെ നോക്കാതെയിരുന്നു. അത് കണ്ടപ്പോൾ എഡ്ഡി ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ ഒന്ന് താഴ്ന്നുകൊണ്ട് ആരുവിനെ പൊക്കിയെടുത്ത് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. "എന്നെ വിട്, വിടാൻ!" അവൻ്റെ കയ്യിൽ നിന്നും കുതറാൻ ശ്രമിക്കുന്നവളെ അവൻ അടക്കി പിടിച്ചു. "എൻ്റെ ബൊമ്മക്കുട്ടി, അങ്ങനെ ഇങ്ങനെയൊന്നും ഇച്ചായൻ്റെ ഈ പിടിവിട്ടില്ല എന്നറിഞ്ഞിട്ടും പിന്നെ എന്തിനാ ഇങ്ങനെ കളിക്കുന്നേ?" അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചപ്പോൾ ആരു ഒന്ന് അടങ്ങി. പിന്നെ അവനെ തന്നെ നോക്കിയിരുന്നു. അവൻ്റെ കണ്ണിൽ തന്നോടുള്ള പ്രണയം വിരിയുന്നത് അവൾ അറിഞ്ഞു. "എന്നെ ശരിക്കും നല്ല ഇഷ്ടമാണോ?" ചെറുതായി ഒന്ന് വിറച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ എഡ്ഡിയുടെ നെഞ്ച് ശക്തമായി മിടിക്കാൻ തുടങ്ങി. അനിവാര്യമായ താൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നു എന്ന് അവൻ്റെ ഉള്ളിൽ നിന്നാരോ പറയുന്നത് പോലെ അവന് തോന്നാൻ തുടങ്ങി. തൻ്റെ ചോദ്യം അറിയാനായി കണ്ണും വിടർത്തി നോക്കിയിരിക്കുന്നവളുടെ മുഖം പതിയെ പിടിച്ചുകൊണ്ട് അവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. "ആദ്യ, ദേ എൻ്റെ ഈ ഹൃദയമിടിപ്പിൽ പോലും നീയാണ് പെണ്ണേ. നീ എൻ്റെ ജീവനാണ്, ശ്വാസമാണ്. എനിക്കെങ്ങനെ അത് നിന്നോട് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ലടാ. അത്രമേൽ എന്നിൽ പടർന്ന ഭ്രാന്താണ് നീ. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം. നിന്നോടുള്ള എൻ്റെ ഇഷ്ടത്തിൽ ഒരു നുള്ളെങ്കിലും കുറയണമെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകണം. അല്ല, അങ്ങനെ ആണെങ്കിൽ പോലും നീ എന്ന ഭ്രാന്ത് എന്നിൽ നിന്ന് അകലില്ലടാ. ഐ ലവ് യു ബൊമ്മക്കുട്ടി." ഒരു കിതപ്പോടെ അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ്റെയും അവളുടെയും കണ്ണുകൾ ഒരുപോലെ നിറയുന്നുണ്ടായിരുന്നു. "ലവ് യു ടു എഡ്ഡിച്ച." നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ആരു പറഞ്ഞപ്പോൾ എഡ്ഡി ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. എന്നാൽ ആരും ഒന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ നെഞ്ചിൽ കരഞ്ഞുകൊണ്ട് ചുംബിച്ചിരിക്കുകയായിരുന്നു. "എഡ്ഡിച്ച, എന്നെ ഒത്തിരി ഇഷ്ടമുള്ള നിങ്ങളെ ഇനിയും വേണ്ടെന്ന് വെച്ചാൽ ദൈവം പോലും പൊറുക്കില്ല. എനിക്ക് ആദ്യമേ അറിഞ്ഞതാ മനസ്സിൽ എന്നോടുള്ള സ്ഥാനം. ഞാനെന്നാൽ ഇച്ചായന് ജീവനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഇത്രമേൽ ഭ്രാന്താകുമെന്ന്. ഐ ലവ് യു എഡ്ഡിച്ച, ലവ് യു സോ മച്ച്." അത്രയും പറഞ്ഞുകൊണ്ടവൾ വിതുമ്പിക്കരഞ്ഞപ്പോൾ അത്രയും നേരം ഏതോ ലോകത്തെന്ന പോലെ ഇരുന്ന എഡ്ഡി പെട്ടെന്ന് അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അവനെ അവളെ എത്ര പുണർന്നിട്ടും മതിയാകാത്തതുപോലെ തോന്നി. ഈ രണ്ട് കൈകൾ പോരാത്തതുപോലെ തോന്നി. അവളുടെ മുഖം കൈക്കുമ്പിളിലാക്കിക്കൊണ്ടവൻ അവളുടെ മുഖത്തിൻ്റെ ഓരോ ഭാഗത്തും ചുംബിക്കാൻ തുടങ്ങി. ഭ്രാന്തമായി. അവൻ്റെ ചുംബനത്തിൻ്റെ കൂടെ കണ്ണുനീരും അവളുടെ മുഖത്തൂടെ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. "ആദ്യ മോളെ, ഞാനിപ്പോൾ എന്തുമാത്രം സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്ന് നിനക്കറിയോടാ. ഈയൊരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തുനിന്നത്. നീ എന്നെ സ്നേഹിക്കുന്ന, എൻ്റേത് മാത്രമാകുന്ന ഈ നിമിഷം. ഓ ഗോഡ്, എന്ത് പറയണം ചെയ്യണം എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലടാ." അവൻ്റെ സന്തോഷം മുഴുവനും ആ വാക്കുകളിലുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ആരു കണ്ണുനീരിനിടയിലും അവനെ നോക്കി മനോഹരമായി പുഞ്ചിരി തൂകി. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ എഡ്ഡി ആ പുഞ്ചിരിയെ കവർന്നെടുത്തിരുന്നു. അവളുടെ ഇരു ചുണ്ടുകളിലും തൻ്റെ ചുണ്ടുകൾ അമർത്തി വെച്ചുകൊണ്ടവൻ പതുക്കെ അവളെ ചുംബിച്ചു തുടങ്ങിയപ്പോൾ ആരു പിടഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ഒരുങ്ങി. എന്നാൽ അതിന് സമ്മതിക്കാതെ അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ടവൻ അവളെ ചുംബിച്ചുണർത്തുമ്പോൾ പതിയെ പതിയെ ആരുവും അവൻ്റെ ചുംബനത്തിൽ ലയിച്ചിരുന്നു. ഇരുവരും ചുറ്റുമുള്ളതൊക്കെ വിസ്മരിച്ചുകൊണ്ട് അവരുടേതായ ഒരു ലോകത്തായിരുന്നു. ഇതേ സമയം ഓഫീസിൽ നിന്നും കുറച്ചു നേരത്തെ ഇറങ്ങി ഫ്ലാറ്റിന് മുന്നിൽ വണ്ടി നിർത്തി അകത്തേക്ക് നടക്കുകയായിരുന്നു അപ്പുവും കീർത്തവും. "ചേട്ടായി കൊണ്ടാക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അവളെ കൂട്ടാതെ വേഗം വന്നത് എന്ന് ആരും അറിയോ അപ്പുവേട്ടാ?" അപ്പുവിൻ്റെ കയ്യിൽ തൂങ്ങി നടന്നുകൊണ്ട് കീർത്തു ചോദിച്ചു. "ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ അവൾക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ ഓൺലൈനിലൊന്നും കണ്ടില്ല. പിന്നെ എഡ്ഡിയുമായി എന്തെങ്കിലും വഴക്കിന് നിൽക്കുമായിരിക്കും." അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ആരുവിനോടുള്ള വാത്സല്യമായിരുന്നു. "അപ്പുവേട്ടൻ പറഞ്ഞത് ശരിയാ. ചേട്ടായിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ആരും ആയിരിക്കില്ല അവളപ്പോൾ. ഇതുവരെ ഇല്ലാത്ത ഭാവങ്ങളൊക്കെ ആയിരിക്കും പെണ്ണിന്." കീർത്തി വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അപ്പു ചിരിയോടെ അവളുടെ തലേക്കൊന്ന് കൊട്ടി. പിന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചു നേരം നടന്നതും അവരുടെ മുന്നിലേക്ക് ഒരു പുച്ഛച്ചിരിയോടെ ശില്പ കടന്നു വന്നു. "ആഹാ, രണ്ടുപേരും ഇന്ന് നേരത്തെ ആണല്ലോ. എന്തേ, ഇന്ന് ഓഫീസിലൊന്നുമല്ലേ പോയത്?" അവരെ രണ്ടുപേരെയും ഒന്ന് ആക്കിക്കൊണ്ട് അവൾ ചോദിച്ചപ്പോൾ ഇരുവരുടെയും മുഖം ഇരുണ്ടു. "കണ്ടുപിടിച്ചല്ലോ. ഞങ്ങൾ ഇന്നൊന്ന് കറങ്ങാൻ പോയതാ. എന്തേ, നിനക്ക് വല്ല നഷ്ടവുമുണ്ടോ?" കീർത്തവും പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ ശില്പ അവളെ ദേഷ്യത്തിൽ നോക്കി. അപ്പു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. കാരണം ശില്പയ്ക്കുള്ളത് കീർത്തു തന്നെ കൊടുക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. എനിവേ, അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോഴല്ലേ കറങ്ങാനും ഒരുമിച്ച് താമസിക്കാനും ഒക്കെ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ രണ്ടും രണ്ട് വഴിക്കാവേണ്ടവരല്ലേ.
കുടിലതയോടെ ശില്പ പറഞ്ഞപ്പോൾ കീർത്തുവിനെ നെഞ്ചൊന്ന് പിടഞ്ഞു പോയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അപ്പുവിനെ നെഞ്ചിലേക്ക് അവൾ കൂടുതൽ ചേർന്ന് നിന്നു. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അപ്പോൾ തന്നെ പേടിച്ചു പോകുന്നവരല്ല ഞങ്ങൾ. പിന്നെ ഒരുമിച്ച് ജീവിക്കാനാണ് ഞങ്ങൾ സ്നേഹിച്ചത്. അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഇടംകൊലിടാൻ ആരെങ്കിലും വന്നാൽ അവരുടെ കരണം പൊളിയാനേ പിന്നെ നേരമുണ്ടാവുകയുള്ളൂ. പകയെരിയുന്ന കണ്ണോടെ കീർത്തു പറഞ്ഞപ്പോൾ ശില്പയുടെ കൈകൾ അറിയാതെ അവളുടെ കവിളിലേക്ക് എത്തിയിരുന്നു. അത് കണ്ട അപ്പുവും കീർത്തുവും പുച്ഛത്തോടെ അവളെ നോക്കി ചിരിച്ചു. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയോ മരിക്കുകയോ എന്ത് വേണേലും ചെയ്തോ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൊണ്ടു നടക്കുന്നവളില്ലേ ആരാധ്യ, അവൾക്കിനി വരാൻ പോകുന്നത് കരയേണ്ട ദിവസങ്ങളാണ്. കാര്യമൊന്നും നിങ്ങൾ അറിയില്ലേ, നന്ദന് വീണ്ടും അവളോട് പ്രണയം. ദേഷ്യത്തിൽ ശില്പ പറഞ്ഞപ്പോൾ അപ്പവും കീർത്തവും ഞെട്ടലോടെയായിരുന്നു അത് കേട്ടത്. നീ എന്താ പറഞ്ഞത്? നന്ദന് വീണ്ടും? അതെ, ഇന്നവൻ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞു ആരുനെ അവൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന്. അപ്പു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ അലറിക്കൊണ്ടായിരുന്നു ശില്പ പറഞ്ഞത്. ഞാൻ രണ്ടുപേരോടുമായി ഒരു കാര്യം പറയാം. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിന്നെ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇപ്പോൾ എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണ്ട. പോയി പറഞ്ഞേക്ക് അവളോട്. ശില്പ അതും പറഞ്ഞ് ദേഷ്യത്തിൽ നടന്നു നീങ്ങി. ഇതേ സമയം കേട്ട വാർത്തയുടെ നടുക്കത്തിലായിരുന്നു അപ്പുവും കീർത്തവും. അപ്പുവേട്ടാ, അവൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയേ? തളർച്ചയോടെ കീർത്തു പറഞ്ഞപ്പോൾ അപ്പു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ നടന്നു നീങ്ങുന്ന ശില്പയെ നോക്കി. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി. എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇനി എന്തിനു പേടിക്കണം? ആരുന് എഡ്ഡിയുണ്ടല്ലോ. അവൻ ഉള്ളിടത്തോളം കാലം അവൾ സുരക്ഷിതയായിരിക്കും. ഉറപ്പോടെ അപ്പു പറഞ്ഞപ്പോൾ കീർത്തു ആശ്വാസത്തോടെ അവനെ നോക്കി. ശേഷം രണ്ടുപേരും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു.